നമസ്കാരം. ഒരു പുതിയ വീഡിയോയിലേക്ക് ഇവർക്കും സ്വാഗതം. പുതിയ വീഡിയോ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത്. നമ്മുടെ നാട്ടിൽ എത്ര പുണ്യാളന്മാരുണ്ട്, എത്ര ഗാന്ധി ശിഷ്യന്മാരുണ്ടെന്നൊക്കെയാണ് പല സമയങ്ങളിൽ തോന്നിയിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ ഈ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ കണ്ടിട്ടുള്ള പ്രഗത്ഭരായ ഗാന്ധിയേക്കാൾ വലിയവരായ ആൾക്കാരെ കാണണമെങ്കിൽ നമ്മുടെ ഭരണസിരാ കേന്ദ്രത്തിലിരിക്കുന്ന മന്ത്രിമാരെ പറ്റിയും അവരെ നയിക്കുന്നവരെ പറ്റിയും രാഷ്ട്രീയക്കാരെ പറ്റിയും പിന്നെ ഇലക്ഷന് മത്സരിക്കുന്ന സമയത്തുള്ള ആൾക്കാരെ പറ്റിയൊക്കെ വേണം നമ്മൾ ചിന്തിക്കാൻ. ഇത്രയും പരിശുദ്ധരായ ആൾക്കാരെയാണ് നമ്മൾ നമ്മുടെ സ്ഥാനാർത്ഥികളായിട്ട് കാണുകയും തിരഞ്ഞെടുക്കുകയും ചെയ്യുന്നു. ഒന്ന് ആലോചിച്ച് നോക്കുക. ഞാൻ കഴിഞ്ഞാൽ പിന്നെ ഈ രാജ്യത്ത് മറ്റാരും ഇല്ല മഹാന്മാരായി എന്ന് പറയുന്നവരാണ് ഇവരൊക്കെ ഉള്ളത്. പറഞ്ഞു വന്നത്, ഒരാളിനെ കുറേ നാളായിട്ട് മഹാനാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെയാണ് അദ്ദേഹം? ആരാണ് ഈ മഹാൻ? നമ്മുടെ നിലമ്പൂര് അൻവർക്ക രാവിലെ എന്തു പറയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അയാളുടെ വീട്ടിൽ തമ്പടിച്ച് കിടക്കുകയാണ് ഇവിടുത്തെ ദൃശ്യമാധ്യമങ്ങൾ. ഇനി പുള്ളി ഈ സ്പോൺസർഡ് പ്രോഗ്രാം ആണോ ചെയ്യുന്നത് നമുക്കറിയില്ല. കാരണം ഇവർക്ക് അങ്ങനെയൊക്കെയുള്ള പരിപാടി ഉണ്ടെന്നാണ് പിന്നാമ്പുറത്ത് കറഞ്ഞു കേൾക്കുന്നത്. ചർച്ച വരെ അവരങ്ങനെ ചെയ്തു കളയെന്നാണ് പറയുന്നത്. കാരണം ഓരോ ദൃശ്യമാധ്യമവും അല്ലെങ്കിൽ ഓരോ മാധ്യമവും ഞാൻ പലപ്പോഴും പറഞ്ഞ പോലെ കോർപ്പറേറ്റുകളുടെ കൈകളിലല്ല, കോർപ്പറേറ്റുകൾ തന്നെയാണ്. കോർപ്പറേറ്റുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് പണമാണ്. 10-40 ലക്ഷം രൂപ വേണം ഒരു ദിവസം ഒരു ചാനൽ ഓടിച്ചുകൊണ്ട് പോകാനെന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അതിനുള്ള പണം പരസ്യത്തിലൂടെ അല്ലേ കിട്ടാൻ പറ്റൂ, അല്ലെ സ്പോൺസർഡ് പ്രോഗ്രാം വേണ്ടേ? അതുകൊണ്ടാണ് അവരിങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. ഇവിടെ നാം പറഞ്ഞു വന്നത് അൻവറിനെ പറ്റിയാണ്. അനാദികാലം കോൺഗ്രസ്സുകാരുടെ പുറകെ നടക്കുകയും അതിനുശേഷം 10-15 വർഷമായിട്ട് CPM-ൻ്റെ സന്തത സഹചാരിയായി നടക്കുകയും കുറച്ച് പണമൊക്കെ ഉള്ളതുകൊണ്ട് ഒരു സ്ഥാനം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് കഴിഞ്ഞ 2 പ്രാവശ്യം CPM-ൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിക്കുകയൊക്കെ ചെയ്തിട്ട് ഈ പ്രാവശ്യം അദ്ദേഹത്തിൻ്റെ അച്ഛൻ കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു അച്ഛൻ, പിതാവ് എന്ന് പറയുന്നത്, പിതൃതുല്യനായ ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയാണെന്ന് പറഞ്ഞു. നിയമസഭയിലും പുറത്തും ഒക്കെ നമ്മുടെ മുഖ്യമന്ത്രിക്ക് വേണ്ടി നെഞ്ചു കൊടുത്ത് സംസാരിച്ചു. അതിനുശേഷം അദ്ദേഹത്തെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞ മുഖ്യമന്ത്രിയെ കറിവേപ്പില പോലെ വലിച്ചെറിഞ്ഞിട്ട് പുറത്തു വന്നിട്ട് അദ്ദേഹമാണ് ലോകത്തെ ഏറ്റവും വലിയ കള്ളനെന്ന് പറഞ്ഞു. മകൾക്ക് വേണ്ടി മരുമകനും വേണ്ടി ഭരിക്കുന്ന ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞ കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു ദിവസം തീരത്തില്ല. കാരണം 3-3.5 മണിക്കൂറാണ് അദ്ദേഹത്തിൻ്റെ ലൈവ് ടെലികാസ്റ്റ്. അപ്പോൾ തന്നെ ഒന്ന് ആലോചിച്ച് വെക്കുക. നമ്മുടെ പ്രധാനമന്ത്രിയോ മുഖ്യമന്ത്രിയോ അല്ലെ പ്രധാനപ്പെട്ട ഏതെങ്കിലും വകുപ്പ് മേധാവികളോ 2-3 മണിക്കൂർ സംസാരിച്ചാൽ അത് ടെലികാസ്റ്റ് ചെയ്യാൻ അവർക്ക് സാധിക്കാറില്ല. പകരം അപ്രധാനപ്പെട്ട ഒരു കഥാപാത്രമായി നിൽക്കുന്ന, അവർക്ക് പ്രാധാന്യമുള്ളതെന്ന് വിശ്വസിക്കുന്ന അൻവറിന് ഇഷ്ടംപോലെ സമയമാണ് നമ്മുടെ ദൃശ്യമാധ്യമങ്ങൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. എന്തായിരുന്നാലും ഈ പുണ്യാളന് 2 പ്രാവശ്യം MLA ആയിട്ടും അതിന് മുമ്പ് ഒരു പ്രാവശ്യം മത്സരിച്ചപ്പോഴും ഒരു പാർട്ടിയുടെ, ദേശീയ പാർട്ടിയായാലും സംസ്ഥാന പാർട്ടിയായാലും സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന സമയത്ത് അതിനകത്ത് 10 പേര് ഒപ്പിടണമെന്ന്, പത്രികയിൽ ഒപ്പിടണമെന്ന് പോലും അറിയില്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. നഴ്സറി പോകുന്ന കുഞ്ഞിന് സ്ലേറ്റ് വേണമെന്ന് തന്നെ അറിയാം. പിന്നെ നമുക്ക് വേറെ നാടൻ ചൊല്ലുണ്ട്, ഞാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ആ മനുഷ്യൻ ഇറങ്ങി വന്ന് രാജിവെച്ചിട്ട് ഉടനെ പറഞ്ഞെന്താണ് ലക്ഷ്യം? ഒരു കസേര കണ്ടുവച്ചിരുന്നു കോൺഗ്രസിൻ്റേത്. അപ്പോൾ ആ കസേരയ്ക്ക് എന്തൊക്കെയോ ഒരു പ്രശ്നം വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പം അങ്ങോട്ട് ചെല്ലുന്നവരെ തന്നെ തള്ളിപ്പറഞ്ഞു. പൈസ ഇല്ലെന്ന് പറഞ്ഞു. പൈസയും കൊണ്ട് ആൾക്കാർ ചെന്നു. എന്തായാലും പണം കിട്ടി, ആവശ്യമുള്ള പൈസ കിട്ടി. അതാണ് ഈ ഇലക്ഷൻ മത്സരിക്കുമ്പോൾ ആൾക്കാർ അടിപിടി ഇടുന്നത് എന്തിനാണെന്ന് പണ്ട് ആളിനോട് ചോദിച്ചപ്പോൾ അദ്ദേഹം മരിച്ചു പോയതുകൊണ്ട് പേര് പറയുന്നില്ല. അദ്ദേഹം പറഞ്ഞു, വേണു, ഒരു തോറ്റാലും ജയിച്ചാലും ചിലപ്പോൾ 1-2 കോടി രൂപ കയ്യിലിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് എൻ്റെ സാധ്യതയെ പറ്റി മനസ്സിലായത്. നല്ലൊരു കച്ചവടമാണ്. കുറച്ച് ബുദ്ധിമുട്ടി 10-30 ദിവസം നടന്നാലും 1 കോടി രൂപയൊക്കെ കൈ വരുമെങ്കിൽ പിന്നെ എന്ത് വേണം? ഏതെങ്കിലും നല്ല പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ, പണം വന്നോളും എന്നാണ് പറയുന്നത്. അപ്പോൾ രാഷ്ട്രീയം തനിക്ക് പറ്റിയ കച്ചവടമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ടുവന്ന അൻവർ UDF-ലേക്ക് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞ് മുസ്ലിം ലീഗ് വഴി നോക്കി, പല വഴിയും നോക്കി അവസാനം ഒറ്റയ്ക്ക് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുകയാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം കിട്ടുന്ന ഒരു വാർത്തയെന്ന് പറയുന്നത് 9, 10, 11 തീയതികളിൽ വയനാടിൻ്റെ MP പ്രിയങ്ക ഗാന്ധി ഈ പറയുന്ന മണ്ഡലത്തിൽ, നിലമ്പൂർ മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമായി വരുന്നുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെ നോട്ടം പ്രിയങ്ക ഗാന്ധിയുടെ മുമ്പിൽ ഒരു അപേക്ഷ വെക്കുക എന്നുള്ളതാണ്. വേണകൾ കരഞ്ഞു കാണിക്കും, കാലു പിടിക്കും, എങ്ങനെങ്കിലും അകത്ത് കയറിയെങ്കിൽ മാത്രമേ അടുത്ത വർഷം തനിക്കൊരു MLA ആയിരിക്കാൻ പറ്റൂ, അതിനുവേണ്ടിയുള്ള പണി നടത്തും. ചിലപ്പം ഈ പറയുന്ന 5-ാം തീയതി പത്രിക പിൻവലിക്കേണ്ട സമയത്ത് പുള്ളി വേണമെങ്കിൽ പിൻവലിക്കുകയും ചെയ്യും. അതല്ല എങ്കിൽ, അതാണല്ലോ ഇന്നലെ രാവിലെ അദ്ദേഹം പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ദിവ്യജ്ഞാനം ഉണ്ടായത്. ഇതൊക്കെ ഇവർക്ക് മാത്രമേ ഉണ്ടാകുന്നുള്ളൂ എന്നുള്ള.
രാവിലെ തൊട്ട് വൈകുന്നേരം വരെ അമ്പലത്തിലും പള്ളിയിലും ഒക്കെ പോയി പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്കൊന്നും ഈ പറയുന്ന ദിവ്യജ്ഞാനമോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അവർക്ക് ലഭിക്കുന്നില്ല. ഇവർക്ക് മാത്രമേ ലഭിക്കുന്നുള്ളൂ എന്നുള്ളതാണ് സത്യം. എന്തായിരുന്നാലും അവസാന കച്ചിത്തുരുമ്പെന്ന നിലയിൽ ലീഗ് വഴി പ്രിയങ്കയിലേക്ക് ഒരു അപേക്ഷ വെക്കാൻ തീരുമാനിച്ചിരിക്കുന്നു അൻവർ എന്നാണ് അണിയറയിൽ നിന്നറിയാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന പലരെയും കഴിഞ്ഞ ദിവസം കണ്ടപ്പം ഇവരെയൊക്കെ പല പാർട്ടിയിൽ പല സമയങ്ങളിൽ ഞാൻ കണ്ടിട്ടുണ്ട്, പല സ്ഥലങ്ങളിലും. അപ്പോൾ അന്നേരം ആ അപേക്ഷ പരിഗണിക്കപ്പെടുമെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ. ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും പരിഗണിക്കപ്പെടുമെന്ന് ഉറപ്പ് കിട്ടിക്കഴിഞ്ഞാൽ കോൺഗ്രസ് നേതൃത്വം എന്നോട് സ്ഥാനാർത്ഥിയെ പിൻവലിക്കാൻ പറഞ്ഞു, അതുകൊണ്ട് പിൻവലിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ വേണ്ടിയാണ് ഈ തൃണമൂൽ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പത്രിക തള്ളിപ്പോകാനുള്ള കരുക്കൾ അൻവർ ആദ്യം തൊട്ട് തന്നെ നീക്കിയത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം. അതല്ലെങ്കിൽ നമ്മുടെ രാജ്യത്ത് ഇത്രയേറെ ആധുനിക യുഗത്തിൽ ഒരു പാർട്ടിയുടെ ലെറ്റർ മെയിലായിട്ട് വരാൻ എത്ര സമയം വേണം? അതിനുവേണ്ടി സമയമൊന്നും വേണ്ട. അപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ പൂവും മറ്റേ പഴുതാരയോ എന്തോ ഒരു സാധനം ഉണ്ടല്ലോ, അതും കൊണ്ട് പുല്ലും പൂവും കൊണ്ട് നിന്നാൽ ജയിക്കത്തില്ലെന്ന് അയാൾക്ക് മനസ്സിലായതുകൊണ്ടാണ് അയാൾ ഈ പണിയും കൊണ്ടിറങ്ങിയിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് കച്ചവടത്തിന് വേണ്ടിയുള്ള കളിയാണ്. മമതാ ബാനർജിയുടെ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് എന്നിട്ട് പിൻവലിക്കുവാനോ ഇടയ്ക്കൊന്ന് വേറൊരാൾക്ക് പിന്തുണ കൊടുക്കാനോ സാധിക്കാതെ വന്നാൽ അതിന് രക്ഷപ്പെടാനുള്ള മാർഗം. ഇനി ഏതെങ്കിലും കാരണവശാൽ ഈ പറഞ്ഞ രീതിയിൽ പ്രിയങ്ക കൂടി അനുകൂലമാകുന്നില്ലെങ്കിലും അടുത്ത തെരഞ്ഞെടുപ്പിൽ തനിക്ക് നിലമ്പൂരോ അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഏതെങ്കിലും സീറ്റോ കിട്ടുന്നതിന് വേണ്ടി CPM-ലേക്ക് ചായാനുമുള്ള നടപടികൾ അൻവറിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നു എന്നാണ് അവിടെ നിന്നറിയുന്ന റിപ്പോർട്ടുകൾ മനസ്സിലാക്കുന്നത്. കാരണം CPM നേതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് കഴിഞ്ഞ 1-2 ദിവസമായിട്ട് അൻവറിനെ എതിർക്കുന്ന രീതിയിലുള്ള ഒരു നടപടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. രാഷ്ട്രീയക്കാരായ ഏത് സമയത്ത് ഏത് വാക്കും പിൻവലിക്കാമല്ലോ. നമ്മുടെ മുമ്പിൽ വന്ന് ചാനൽ ചർച്ചയിൽ എന്ന് പറഞ്ഞിട്ടും അത് ഞാൻ പറഞ്ഞല്ല എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് രാഷ്ട്രീയക്കാർ. എന്തായിരുന്നാലും നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ പോക്ക് എന്ന് പറയുന്നത് വളരെ അപകടകരമായ രീതിയിലാണ്. ഇത്തരം ഇത്തിൽക്കണ്ണികളെ ചുമന്നുകൊണ്ടുള്ള പോക്കാണ് നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ അന്തസ്സില്ലായ്മയ്ക്ക് കാരണമായിട്ടുള്ളത്. നിങ്ങൾ ഓരോ സ്റ്റേറ്റും എടുത്ത് നോക്കുക. ആ സ്റ്റേറ്റിൽ മാത്രം നിലനിൽക്കുന്ന കുറേ പാർട്ടികൾ ഉണ്ടാക്കുക, 1-2 സീറ്റ് പിടിക്കുക, പ്രധാനമായി ജയിച്ചു പോകേണ്ട നല്ല സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കുക, ആ തോൽപ്പിക്കുന്നതിന് പോലും കാശ് വാങ്ങുക, ഇതൊക്കെയാണ് ഇവരുടെ പരിപാടി. അപരന്മാരായി നിൽക്കുക, ഇങ്ങനെ എന്തൊക്കെ ചെയ്യാം അതൊക്കെ ചെയ്യുകയാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു സുപ്രഭാതത്തിൽ ഒരു കാര്യം പറയുകയും ആവശ്യമില്ലാത്ത വിവാദങ്ങൾ ഉണ്ടാക്കി ജനങ്ങളുടെ പുറകെ സ്പർദ്ധ ചെലുത്തി സ്പർദ്ധ ഉണ്ടാക്കി അധികാരം കൈയാളാനുള്ള കുറുക്ക് വഴിയായി മാത്രമേ ഇത്തരം രാഷ്ട്രീയക്കാരെ നമ്മൾ കാണേണ്ടതുള്ളൂ. 2720 പാർട്ടികളുള്ള ഇന്ത്യയിൽ അൻവറിന് ഇനിയും പാർട്ടികളുണ്ട് എന്നുള്ള ഒരു ഉറപ്പ് മനസ്സിലുണ്ടെന്നാണ് തോന്നുന്നത്. എന്തായിരുന്നാലും കുറുക്കൻ്റെ തല 2 മുന്നണികളുടെ ഇടയിലാണ്. എവിടെ നിടിയിട്ടും എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ആ ഒരൊറ്റ കാരണം പറയാം, CPM-ലേക്ക് പോകാനുള്ള അൻവറിന് ഒരു സാധ്യതയാണ് അൻവർ ഇന്നും CPM-നെതിരെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ കാരണം എന്ന് മനസ്സിലാക്കുക. മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ നിലമ്പൂരിലെ CPM-ൻ്റെ തുറുപ്പിയിട്ടായി അൻവർ വീണ്ടും അവതരിക്കപ്പെടും എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ആവാനാണ് സാധ്യതയും കൂടുതൽ. എന്തായിരുന്നാലും ആശയറ്റ ഒരു മനുഷ്യൻ, അധികാരത്തിൻ്റെ എല്ലാവിധ നല്ല വഴികളും ഉൾക്കൊണ്ടുകൊണ്ടിരുന്ന സമയത്ത് ജനത്തെയും വെറുത്തിരുന്ന ഒരുത്തൻ, ജനങ്ങൾ അങ്ങോട്ട് വെറുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് മലയോരങ്ങളിലെ കർഷകരെ ഓർത്തും വന്യമൃഗങ്ങളെ ഓർത്തും അഴിമതിയെ ഓർത്തും ഒക്കെ ഘോരം സംസാരിക്കുകയും പൊട്ടിക്കരയുന്നതും കണ്ടപ്പോൾ ഇന്ത്യൻ ജനാധിപത്യം എത്ര മകുടവുമായ ഉദാഹരണമാണ് ലോകത്തിന് സമ്മാനിക്കുന്നത് എന്നാണ് തോന്നിയത്. നന്ദി, നമസ്കാരം.